ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് വിട്ടാലോ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്, ഇപ്പോൾ നമ്മളൊരു ഫോട്ടോക്കൊക്കെ ജീവൻ കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കയ്യിലുള്ള ഫോട്ടോ അതിപ്പോൾ ഇച്ചിരി ക്ലാരിറ്റി കുറഞ്ഞ ഫോട്ടോ ആണെങ്കിൽ പോലും അത് എൻഹാൻസ് ചെയ്തുകൊണ്ട് ആ ഫോട്ടോയിലുള്ള ഏത് ഒബ്ജക്റ്റ് വേണമെങ്കിലും നമുക്ക് മൂവ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഫോർമാറ്റിലേക്ക് മാറ്റിയെടുക്കാം. അത് നല്ല HD ക്ലാരിറ്റിയിൽ നമുക്ക് മാറ്റിയെടുക്കാവുന്നൊരു കിടിലൻ വെബ്സൈറ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ സൈറ്റ് ഓപ്പൺ ആകുമ്പോൾ നമുക്ക് ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് അത് ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് കാണാൻ പറ്റുക. അപ്പോൾ ഇതിൽ ടെക്സ്റ്റ് ടു ഇമേജ് ടു വീഡിയോ, വീഡിയോ ടു വീഡിയോ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ജനറേറ്റീവ് ഓഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ വേണ്ടത് ടെക്സ്റ്റ് ഇമേജ് ടു വീഡിയോ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷനാണ് കാണാൻ പറ്റുക. അപ്പോൾ ഇവിടെ സെലക്ട് ഫ്രം അസറ്റ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലോട്ട് പോകും. അപ്പോൾ അതിന് നമുക്ക് ഏത് ഇമേജാണോ നമുക്ക് വീഡിയോ ആക്കേണ്ടത്, അപ്പോൾ ആ ഇമേജ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനൊരു ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇമേജ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ അത് ക്രോപ്പ് ചെയ്തിട്ട് ഇമേജ് സെറ്റാക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ക്രോപ്പ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ താഴെ കാണുന്ന ഡിസ്ക്രൈബ് യുവർ ഷോട്ട് എന്നുള്ള അവിടെ നമ്മൾ എന്താണോ വീഡിയോ ആയിട്ട് വരുമ്പോൾ, ആ ഫോട്ടോയിൽ നിന്ന് വീഡിയോ ആയിട്ട് വരുമ്പോൾ എന്ത് മാറ്റമാണോ വേണ്ടത് അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞാൻ ഈ ആൾ നടക്കുന്ന ഒരു എഫക്റ്റാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ദ പേഴ്സൺ വാക്കിംഗ്, വാക്കിംഗ് ഫോർവേഡ് എന്ന് അടിച്ചിട്ടുണ്ട്. എന്നിട്ട് ജനറേറ്റ് കൊടുക്കാം. അപ്പോൾ ഇൻ ക്യൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇമേജ് ഇങ്ങനെ വീഡിയോ ആയിട്ട് ജനറേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് 100 ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ, ഇപ്പോൾ തന്നെ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ആ പിക്ചർ കുറച്ച് ക്വാളിറ്റി കുറവുള്ള പിക്ചറായിരുന്നു. പക്ഷെ അവർ ആ ഇമേജും എൻഹാൻസ് ചെയ്തുകൊണ്ട് അതൊരു വീഡിയോ ആക്കിയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇയാൾ മുന്നോട്ട് നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. കണ്ടോ, ശരിക്കൊരു വീഡിയോ പോലെ തന്നെ അത് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ക്ലാരിറ്റിയോട് കൂടി തന്നെ നമുക്കതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിതുപോലെ ഏത് ഫോട്ടോ വെച്ചിട്ടും നിങ്ങൾ എന്ത് കമാൻഡാണോ കൊടുക്കുന്നത് അപ്പോൾ അതനുസരിച്ചിട്ട് അത് വന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ ഒരു കാറൊക്കെ വരുന്നുണ്ടോ, അപ്പോൾ നമുക്കവിടെ ആ വെഹിക്കിളാണ് പിന്നെ മൂവ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ വെഹിക്കിൾ മൂവ് ചെയ്യും. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏത് ഫോട്ടോയിൽ വേണമെങ്കിലും അങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ കയറിയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ്, അതുപോലെ ടെക് അപ്ഡേറ്റ്സ്, അതുപോലെ ആപ്ലിക്കേഷൻസിൻ്റെ റിവ്യൂ ഒക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനലിൽ കയറിയിട്ട് വീഡിയോസൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിതുപോലത്തെ കിഡിലെ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.